രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാക്കാൽ നിരീക്ഷണവുമായി സുപ്രീംകോടതി. ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് കോടതി. കാലതാമസം നേരിടുന്ന കേസുകൾ ഉണ്ടെന്നും അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി. ഷബ്ന സിയാദ് ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങളെ എങ്ങനെ വേണം വായിച്ചെടുക്കാൻ? ലക്ഷ്മി, രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇപ്പോൾ വാക്കാൽ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് വാക്കാലുള്ള നിരീക്ഷണം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട വാദം പിന്നീട് നടക്കുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, രാഷ്ട്രപതിയും ഗവർണറും ബില്ലുകളിൽ ഒപ്പിടുന്നത് സംബന്ധിച്ച് സമയപരിധി നിശ്ചയിച്ചതിനെതിരെയായിരുന്നു രാഷ്ട്രപതി റഫറൻസ് അപേക്ഷ നൽകിയത്. 14 കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നതായിരുന്നു രാഷ്ട്രപതിയുടെ ആവശ്യം. എന്നാൽ ഇതിൽ പല കാര്യങ്ങളും നേരത്തെ തന്നെ ഈ കോടതി ഉത്തരവിൽ വന്നതാണ് എന്ന് കേരളവും അതുപോലെ തമിഴ്നാടും കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് രാഷ്ട്രപതിയുടെ കത്തിൽ അപേക്ഷയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്നാണ്. അതോടൊപ്പം തന്നെ കാലതാമസം വരുന്ന കേസുകളിൽ ബില്ലുകളിൽ ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഒപ്പിടാതെ വന്നാൽ സംസ്ഥാന സർക്കാരുകൾക്ക് കോടതിയെ സമീപിക്കാം. കോടതിയിൽ നിന്നാണ് അതിന് പരിഹാര മാർഗം തേടേണ്ടത് എന്നും വാക്കാലുള്ളൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിശദവാദത്തിന് ശേഷമായിരിക്കും അന്തിമ ഉത്തരവ് നൽകുക.